കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്ന പാഠപുസ്തകമാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് 5-ാമത്തെ പാഠമാണ്. എല്ലാ പ്രതിസന്ധികൾക്കും എതിരായ വിശ്വാസം എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പാസ്റ്റർ VM ജോസഫ് അവറുകൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്വാഗതം ചെയ്തു. പാസ്റ്റർ ബിനോയ് ജേക്കബ് ദാസ് ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും താഴ്ചകളും വീഴ്ചകളും ഉയർച്ചകളും ഒക്കെയും ഉണ്ടാകാറുണ്ട്. വിശ്വാസ ശോഷണം സംഭവിക്കുന്നത് സർവ്വസാധാരണമാണ്. ആയതുപോലെ തന്നെ വിശ്വാസ കാലഘട്ടത്തിനും വിശ്വാസത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും ശോഷണവും ഒക്കെ സംഭവിക്കുന്നതായ ഒരു അവസരം നാം ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. വിശേഷാൽ നാം സങ്കീർത്തന പുസ്തകങ്ങളിലൂടെ ഓരോ വ്യക്തികളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ജീവിതത്തെ മാറ്റിമറിക്കുന്നതായ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വേദപുസ്തകത്തിൽ ഒട്ടനവധി ഉണ്ട്. ഇന്നത്തെ പാഠത്തിൽ നാം ചില വ്യക്തമായ ഇത്തരത്തിലുള്ള അവസ്ഥകളെയാണ് നാം ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത്. നമുക്ക് മനഃപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് 119-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഈ വേദഭാഗം വളരെ സർവ്വസാധാരണമായ എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് 119-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ കുറിച്ച് പ്രകീർത്തിക്കുന്നതായ ഒരു സങ്കീർത്തനം കൂടെയാണ്. ഈ സങ്കീർത്തനത്തിൽ 119-ാം സങ്കീർത്തനത്തിൻ്റെ 103-ാം വാക്യം, 104-ാം വാക്യം, അതിൻ്റെ 147-ാം വാക്യം, 162-ാം വാക്യം, ഇവയൊക്കെ ഈ സങ്കീർത്തനക്കാരൻ്റെ മനോഭാവത്തെ കാണിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്തുകൊണ്ടാണ് സങ്കീർത്തനത്തിലൂടെ അല്ലെങ്കിൽ മറ്റു വേദഭാഗങ്ങളിലൂടെ തന്നെ ഒരു മനുഷ്യൻ്റെ വിശ്വാസ അവസ്ഥയെ അവൻ പ്രകടമാക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ എഴുത്തിലൂടെ ഇടയാകുന്നത്? നമ്മൾ വേദപുസ്തകം നോക്കുകയാണെങ്കിൽ 119-ൻ്റെ 103 സങ്കീർത്തനം പറയുന്നത് തിരുവചനം എൻ്റെ അണ്ണാക്കിന് മധുരമാണെന്നാണ്. എൻ്റെ അണ്ണാക്കിന് മധുരമാണ്, അതെനിക്ക് തേനിലും മധുരമാണ്. അത് വചനം പഠിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെയും സമാധാനത്തെയും അത് നൽകുന്ന പ്രതീക്ഷയും പ്രത്യാശയും കുറിച്ചാണ് പറയുന്നത്. 104 നിൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനായിത്തീരുന്നു. ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കാൻ, അതേപോലെ എന്താണ് വേണ്ടുന്നത്, എന്താണ് വേണ്ടാത്തത്, എന്താണ് നല്ലത്, എന്താണ് ചീത്ത, ഏത് തെറ്റ്, ഏത് ശരി, എന്താണ് പാപം, എന്താണ് പാപമല്ലാത്തതെന്ന് തിരിച്ചറിയാൻ ഈ വചനം സഹായിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് വിവേകം തരുമെന്ന്. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. വചനം പഠിക്കുമ്പോഴാണ് നമുക്ക് സകല വ്യാജമാർഗം, തെറ്റായ വഴികൾ നമുക്ക് പോകാതിരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇത് മധുരമുള്ളതാണ് എന്ന് പറയുന്നു. 147 ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, നിൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് വചനമാണ്. വചനത്തിൽ നിന്നാണ് മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നത്. വലിയ കൊള്ള കിട്ടിയ ആളെ പോലെ വചനം പഠിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു എന്ന്, നിൻ്റെ വചനത്തിൽ ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അടിസ്ഥാനം കാര്യങ്ങൾ പഠിപ്പിക്കാൻ, ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ, നിത്യജീവൻ ലഭിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ അത് നിധിയായി ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിധിയായി കാണുന്നു വചനത്തെ. അത് നമ്മുടെ വിശ്വാസത്തെ നേരെയുള്ളതാക്കുന്നു. അത് ധൈര്യം നൽകി, അത് പലരെയും പുതുക്കിയിട്ടുണ്ട് വചനം. പലർക്കും രോഗശാന്തി നൽകിയിട്ടുണ്ട്, സ്വഭാവത്തിൻ്റെ ശക്തിയായിട്ടുണ്ട്, കഷ്ടങ്ങൾ മാറ്റി സന്തോഷമാക്കാൻ വചനം സഹായിച്ചിട്ടുണ്ട്, നിരാശയുള്ളവർക്ക് പ്രത്യാശ നൽകി ക്ഷമിക്കാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വചനത്തിനാണ് നമ്മളെ സ്വാധീനം ചെലുത്താൻ കഴിയുക. അതാണ് സങ്കീർത്തനക്കാരൻ്റെ മനോഭാവം, വചനത്തെക്കുറിച്ചുള്ള മനോഭാവം. അതെൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകും. പാസ്റ്റർ ജോസഫ്, ദൈവത്തിൻ്റെ വചനം എല്ലാ കാലത്തും മനുഷ്യനെ മാറ്റിയിട്ടുണ്ട്.
ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നത് അന്ത്യകാലമാകുമ്പോൾ മനുഷ്യർ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും എന്ന് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമുക്കത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. വിക്ലിഫ്, നവോത്ഥാനത്തിൻ്റെ ഒരു പ്രധാന വ്യക്തിയായ വിക്ലിഫിന് എങ്ങനെയാണ് വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിത അനുഭവം? വിക്ലിഫിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ലഭിച്ച ഒരാളായിരുന്നു. ചെറുപ്പം മുതൽ ദൈവവിശ്വാസമുള്ള അദ്ദേഹം വേദപുസ്തകം പഠിക്കാനും കൂടുതൽ താല്പര്യമെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക്, തൻ്റെ സ്വന്തം നാട്ടുകാർക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തി കൊടുത്താൽ കൊള്ളാം എന്നുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അക്കാലത്ത് വേദപുസ്തകം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. നമുക്ക് നവീകരണത്തിന് മുൻപ് വളരെ കുറച്ച് വേദപുസ്തകങ്ങൾ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. എന്നാൽ അതും എല്ലാവർക്കും ലഭിക്കുന്നില്ല, കുറച്ച് പേർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അത് എല്ലാവർക്കും ലഭിക്കണം, അത് മറ്റ് ഭാഷകളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതിന് പരിഭാഷപ്പെടുത്തണം. ആ പരിഭാഷപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ ശ്രമം വളരെ കൂലങ്കഷമായി നടത്തി. എന്നാൽ അത് കത്തോലിക്ക സഭ അത് അനുവദിച്ചില്ല, സഭയ്ക്കെതിരായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിരുത്സാഹപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും പുരോഹിതന്മാർ നടത്തി. അപ്പോൾ ആ കാലഘട്ടത്തിൽ വാൾഡൻസുകളിൽ അവരുടെ കയ്യിൽ മാത്രമാണ് വേദപുസ്തകം ഉണ്ടായിരുന്നത്. അവരുടെ ലഭിച്ച വേദപുസ്തകങ്ങൾ അവരുടെ കൈയെഴുത്ത് പ്രതികളാക്കി അവർ ധാരാളം പേർക്ക് വിതരണം ചെയ്തിരുന്നു, രഹസ്യമാർഗത്തിലൂടെ അവർ ചെയ്തിരുന്നത്. എന്നാൽ വിക്ലിഫ് തൻ്റെ ജനത്തിന് ഈ വേദപുസ്തകം ലഭിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇംഗ്ലണ്ടിൽ എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഇംഗ്ലണ്ടിനകത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിലക്കക്കളി ഇല്ലാതായി, അദ്ദേഹം അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ എല്ലാ വിധത്തിലും അദ്ദേഹത്തെ കത്തോലിക്ക സഭ പീഡിപ്പിച്ച അവസാനം അദ്ദേഹത്തെ വിചാരണ ചെയ്തു, മരണശിക്ഷയ്ക്ക് വിധിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ടിൻഡേലാണ് പിന്നീട് അത് ഏറ്റെടുക്കുന്നത്. അത് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ വേദപുസ്തകം എല്ലാവർക്കും ലഭിക്കുമായിരുന്നില്ല, കാരണം ഇത് ചിലവ് കൂടുതലാണ്. അപ്പോൾ അത് കൈയെഴുത്ത് പ്രതിയാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് കൂടി, ഏതാനും വീട്ടുകാർ കൂടി ഒന്നിച്ച് വീട്ട് ഒരു ബൈബിൾ വാങ്ങി. പിന്നെ ധനവാന്മാരായിട്ടുള്ളവർ സ്വന്തമായിട്ട് വാങ്ങിച്ചു, അല്ലാത്തവർ അതിൻ്റെ ഭാഗങ്ങൾ മാത്രം വാങ്ങിച്ചു. ഇങ്ങനെ ആണ് ആദ്യകാലത്ത് അദ്ദേഹം അത് ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ കൊന്നതിന് ശേഷം പിന്നീട് കുറേ കാലത്തേക്ക് അതില്ലാത്തൊരവസ്ഥയാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം വളരെയധികം പീഡനം എൻ്റെ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. വിക്ലിഫ്, മാർട്ടിൻ ലൂതർ, ജെറോം, ഹസ്, ഇവരൊക്കെ ഇത്തരത്തിൽ ദൈവവചനത്തിന് വേണ്ടി കഷ്ടം സഹിച്ചതായ നവോത്ഥാന കർത്താക്കളാണ്. ഈ നവോത്ഥാന കർത്താക്കൾ, നമ്മൾ പേരെടുത്ത് പറഞ്ഞതായ നവോത്ഥാന കർത്താക്കളെ അവർ വരുന്നതിന് മുൻപും ഇത്തരത്തിലുള്ളതായ നവോത്ഥാനത്തിന് ശ്രമിച്ചതായ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ലോകമറിയാതെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ലോകത്തിൻ്റെ ഒരു സ്ഥലത്ത് മാത്രമല്ല, അറിയപ്പെടുന്നതായ അന്നത്തെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിൽ ദൈവജനം എഴുന്നേൽക്കുകയും ദൈവവചനം പരിഭാഷപ്പെടുത്തുന്നതിനും അത് വിതരണം ചെയ്യുന്നതിനും പ്രസംഗിക്കുന്നതിനും ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ ദൂത് അതിങ്ങനെയാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിനുമൊക്കെ ജനം മുതിരുകയുണ്ടായി. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചതായ ഏറ്റവും വലിയ ഒരു പ്രസംഗി, അത് ഒരു സുവിശേഷകനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഈ പൗലോസിനേക്കാൾ വലിയ ശക്തമായ ഒരു പ്രസംഗകൻ വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നതായി നാം കാണുന്നില്ല. ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഇതിൽ ഉത്തരം കണ്ടെത്താൻ തക്കവണ്ണം സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ബിനോയ്, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചാണ് ഞാൻ പാസ്റ്ററോട് ചോദ്യം ചോദിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചത്. പൗലോസിന് അസാധാരണമായ ഒരു ധൈര്യവും ശക്തിയും ന്യായവാദങ്ങളും ദൈവവചനം പ്രസംഗിക്കുന്നതിന് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ധൈര്യവും അദ്ദേഹത്തിൻ്റെതായ ഒരു തൻ്റെ ഇടവും വേദപുസ്തകം പ്രസംഗിക്കുന്നതിന് അദ്ദേഹം ആർജിച്ചെടുത്തത്? 2 കൊരിന്ത്യർ 13:8 അദ്ദേഹം പറയുന്നത്, സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല എന്നാണ് പറയുന്നത്. എൻ്റെ കഴിവ് മുഴുവൻ സത്യത്തിനു വേണ്ടി നിലനിൽക്കാനാണ്, സത്യത്തിനു വേണ്ടി ജീവിക്കാനാണ്. ലജ്ജാകരമായ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഉപായം പ്രയോഗിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിനോട് അധികം നല്ല കൂട്ടിച്ചേർക്കാതെ ഞാൻ സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യേശു കർത്താവിൻ്റെ ദാസനായി ഞാൻ സ്വയം സമർപ്പിക്കുന്നു. 2:14 എപ്പോഴും വചനമായി നടത്തുന്നു,
തൻ്റെ പരിജ്ഞാനം വെളിപ്പെടുത്തി തരുന്നു. ദൈവം അദ്ദേഹത്തിന് കൊടുക്കുന്നു. ദൈവത്തിന് ഞാൻ എൻ്റെ ജീവിതം ഒരു സൗരഭ്യവാസനയുള്ള യാഗമാക്കി തീർക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനത്തെ ഒരു സമർപ്പണം കൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയും ജ്ഞാനം നൽകുകയും ചെയ്തു. ഒരുപാട് നവീകരണകർത്താക്കളും ജീവിതത്തെ ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് ദൈവം അവരെയും അതിശക്തമായി ഉപയോഗിക്കാനിടയായി തീർന്നത്. ഈ കാലഘട്ടത്തിലും ദൈവവചനം സത്യമായി പ്രസംഗിക്കുന്നതിന് കുറച്ച് ധൈര്യവും തൻ്റെ ഇടവും പ്രത്യേകിച്ച് ദൈവാത്മാവിൻ്റെ നടത്തിപ്പും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പാസ്റ്റർ, ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ടിൻഡേൽ എന്ന് പറയുന്നതായ ഒരു വേദപുസ്തക പരിഭാഷകനെ കുറിച്ച് പറയുന്നു. പിൽക്കാലത്ത് കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്നതായ ഒരു വേദപുസ്തക പരിഭാഷ ലോകത്തിൽ വളരെ പ്രചാരം നേടിയതായ ഒരു പരിഭാഷ ഉണ്ടായി. ആ കിങ് ജെയിംസിൻ്റെ സിംഹഭാഗവും ടിൻഡേലിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്നുള്ളതാണ് നാം ചരിത്രത്തിൽ പഠിക്കുന്നത്. ടിൻഡേലിൻ്റെ രീതിയും താൻ അഭിമുഖീകരിക്കേണ്ടി വന്നതായ പ്രയാസങ്ങളും എന്തായിരുന്നു? ടിൻഡേൽ ഇത് പറഞ്ഞ പോലെ വിക്ലിഫിനെ പോലെ തന്നെ തൻ്റെ ജനത്തിന് സ്വന്തം ഭാഷയിൽ വേദപുസ്തകം വായിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടിയുള്ള അക്ഷീണ പരിശ്രമം അദ്ദേഹം നടത്തുകയും ചെയ്തു. അപ്പോൾ വിക്ലിഫിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ധാരാളം തെറ്റുകൾ കടന്നുകൂടിയിരുന്നു. എന്നാൽ പിന്നീട് വിക്ലിഫിന് ശേഷം 200 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ടിൻഡേലിൻ്റെ പ്രവർത്തനം വരുന്നത്. അപ്പോൾ അദ്ദേഹം 1611 വരെ 4 വർഷം മുമ്പേ 1115 അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. കാരണം തിരുവചനം പരിഭാഷപ്പെടുത്താനുള്ള തീരുമാനം എടുത്തപ്പോൾ അത് സഭയ്ക്ക് നിയമവിരുദ്ധമായിട്ട് തോന്നിക്കൊണ്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ഈ സ്റ്റേക്കിൽ കെട്ടി ജീവനോടെ കൊല്ലാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ തീക്കുറ്റിയിൽ കെട്ടി തീ കൊളുത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം ഒന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ദൈവമേ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണു തുറക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. 4 വർഷം കഴിഞ്ഞപ്പോൾ 1611 കിങ് ജെയിംസ് വേർഷൻ ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് അത് ജീവൻ വെടിയേണ്ടി വന്നുവെങ്കിൽ പോലും തൻ്റെ സ്വന്തം ജനത്തിന് സ്വന്തം ഭാഷയിൽ വേദപുസ്തകം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കി. വിക്ലിഫിൻ്റെ വേദപുസ്തകത്തിൽ നിന്ന് 83%, പഴയ നിലത്തിൽ 83%, 76%, പുതിയ നിലത്തിൽ 83%. അങ്ങനെ ആണ് അദ്ദേഹത്തിൻ്റെ നിന്ന് ഇദ്ദേഹം കോട്ട് ചെയ്ത് അത് എഴുതി തീർത്തത്. അങ്ങനെയാണ് പുതിയ നിയമം പഴയ നിയമം ഉള്ള ബൈബിൾ ഉണ്ടായത്. പാസ്റ്റർ ബിനോയ്, മാർട്ടിൻ ലൂതർ വളരെ നവോത്ഥാനത്തിൻ്റെ ഒരു അതികായകനായ ഒരു മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ ഒരു ലാറ്റിൻ പതിപ്പ് വേദപുസ്തകം വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടായിത്തീർന്നത്. അപ്പോൾ ഈ വഴിത്തിരിവിലൂടെ അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്തത് എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, കാത്തലിക് പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സന്യാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്, ഈ പുസ്തകം ലാറ്റിൻ ബൈബിൾ കാണുന്നത്. അദ്ദേഹം അത് വായിച്ചപ്പോൾ ഭയങ്കരമായ ആവേശവും ഭയങ്കരമായ ഉന്മേഷവും അദ്ദേഹത്തിനുണ്ടായി. ഇത് വായിക്കാതിരിക്കാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ്. അദ്ദേഹം എഫെസ്യർ 2:8-9 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഭാഗം ഭയങ്കരമായി അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു. കാരണം അതുവരെയും രക്ഷ പ്രാപിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, പ്രവൃത്തി ചെയ്യണം, അങ്ങനെയൊക്കെയാണ് സഭ അന്നത്തെ കാലത്ത് പഠിപ്പിച്ചിരുന്നത്. ഈ ഒരു വെളിച്ചം അദ്ദേഹത്തിന് വലിയൊരു കണ്ണ് തുറക്കുന്നതിനിടയായി. നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തിയാലല്ല, ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. റോമർ 3:23-24 വായിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ട് പാപം ചെയ്യുന്നവരായി മാറി. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ദൈവത്തിൻ്റെ കൃപാവരമോ യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന നിത്യജീവനാണ്. നിത്യജീവൻ ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് ചെയ്യാനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. അതാണ് മാർട്ടിൻ ലൂതർ നൽകിയ ഏറ്റവും വലിയ സംഭാവന. അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വലിയ ആശയം. അതിൽ നിന്നാണ് ഒരുപക്ഷെ മതനവീകരണത്തിൻ്റെ ഏറ്റവും ശക്തമായ തുടക്കം അദ്ദേഹത്തിൻ്റെ ഈ പഠനത്തിൽ നിന്നാണ്. മാർട്ടിൻ ലൂതറിൻ്റെ വേദപുസ്തകത്തിലുള്ളതായ സത്യത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് മാർട്ടിൻ ലൂതറിൻ്റെ കാലഘട്ടത്തിലുള്ളതായ മനുഷ്യരെ മാത്രമല്ല, ശേഷം വന്നതായ സകല ക്രൈസ്തവ സഭകളെയും ഈ സത്യം കണ്ടുപിടിക്കുന്നതിനും സത്യത്തോട് ചേർന്ന് നിൽക്കുന്നതിനുമുള്ളതായ ആഹ്വാനം
അതിലൂടെ നൽകുവാൻ തക്കോണം സാധിച്ചു. പാസ്റ്റർ, തീർച്ചയായിട്ടും. ദൈവത്തിൻ്റെ വചനം എഴുതിയത് ധാരാളം എഴുത്തുകാരാണ്. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ 40-ൽ പരം എഴുത്തുകാർ ആണ് ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? പത്രോസിൻ്റെ 4 ലേഖനം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് വന്നത് നമ്മൾ പറയുന്നത്. അത് മനുഷ്യർ സ്വന്തം ഇഷ്ടത്താൽ എഴുതിയതല്ല, ദൈവത്തിൻ്റെ മനുഷ്യർ പരിശുദ്ധാത്മ യോഗം പ്രാപിച്ച് സംസാരിച്ചത്ര എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വർഗീയ ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവം അവർക്ക് കൊടുത്തു. അവർ ആ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അത് എഴുതി എന്നാണ് തിരുവനന്തപുരം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവഹിതപ്രകാരം, ഗോഡ് ഇൻസ്പയർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രചോദനപ്രകാരമാണ് അവരത് എഴുതിയത്, അതല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടത്താൽ എഴുതിയതല്ല. അപ്പോൾ ദൈവപ്രചോദിതമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ആദ്യകാലങ്ങളിൽ മനുഷ്യരിൽ പ്രചോദിതരായി വേദപുസ്തകം എഴുതുന്നതായ കാലഘട്ടത്തിൽ, പിന്നീട് നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ആ എഴുത്തുകൾ വായിക്കുന്നതായ വ്യക്തികളെ ദൈവം പ്രചോദിപ്പിക്കുന്നു. ഇന്ന് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നതായ നമ്മെയും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ എല്ലാവരെയും അത്തരത്തിൽ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ദൈവമാണ്. അതേ ആത്മാവിനാൽ, ഏത് ആത്മാവിനാലാണോ ബൈബിൾ എഴുതപ്പെട്ടത് അതേ ആത്മാവിനാൽ തന്നെയാണ് ഇന്ന് ക്രൈസ്തവർ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നതായ ഈ സത്യസുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതിനുള്ളതായ പ്രചോദനം ഈ ആത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ദൈവത്തിൻ്റെ ആത്മാവ് എപ്രകാരമാണ് മനുഷ്യരെ ഇപ്പോഴും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നാം അഭിമുഖീകരിക്കുന്നതായ വൈതരണികളെ നമുക്ക് എങ്ങനെ അതിജീവിക്കുവാൻ തക്കോണം സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് കേൾക്കാം. ഈ ബ്രേക്കിന് ശേഷം ഞങ്ങളോടൊപ്പം മടങ്ങി വരും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തിൽ കൃപയാലല്ലോ നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ആയതുപോലെ തന്നെ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് പറയുന്നു. ഈ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ കാഴ്ചപ്പാട് മാർട്ടിൻ ലൂതറിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അതൊരു പുതിയ അറിവായിരുന്നു. ഇത്രയും നാളും വിചാരിച്ചിരുന്നത് കഠിനാധ്വാനം നടത്തി, അല്ലെങ്കിൽ പിൽഗ്രിമേജ് ചെയ്ത്, അല്ലെങ്കിൽ കുരിശ് യുദ്ധങ്ങൾ ചെയ്ത് അങ്ങനെയാണ് രക്ഷ നേടുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കൃപാവരം യേശുക്രിസ്തുവിൻ്റെ ദാനമാണ്. ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പകരമായി മരിച്ചതുകൊണ്ട് ഇനി നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. കർത്താവ് നമുക്ക് ചെയ്തു തന്നു. നമ്മൾ ചെയ്യേണ്ടത് അവനിൽ വിശ്വസിക്കുക. ദൈവം ചെയ്ത ആ കാര്യത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ പ്രാപിക്കുമെന്നുള്ളതാണ് മാർട്ടിൻ ലൂതർ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. അത് ഇന്നും പ്രസക്തമാണ്, ഇപ്പോഴും അത് തന്നെയാണ് വേദപുസ്തക യാഥാർത്ഥ്യം. പാസ്റ്റർ ജോസഫ്, കൃപ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നതായ ദാനമാണ്, ഔദാര്യമാണ്. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ലഭിക്കുന്നതല്ല. പക്ഷേ ഈ കൃപ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്? എങ്ങനെയാണ് ഈ കൃപ ലഭിക്കുന്നത്? ഇവിടെ പൗലോസ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു. ഒരാൾക്ക് ഒരു ദാനമായി കൊടുക്കണമെങ്കിൽ ആ ദാനം കൊടുക്കുന്ന ആൾക്ക് വാങ്ങുന്ന ആളോട് ഒരു പ്രത്യേക മമത തോന്നണം, എങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിന് നമ്മോട് മമത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ചിലർ പറയാറുണ്ട്, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, അത് ആർക്കൊക്കെ ദൈവം കൊടുക്കുമെന്ന് അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവന് ഉറപ്പാക്കണം രക്ഷ. ഈ ജീവിതത്തിൽ തന്നെ അവൻ രക്ഷ ഉറപ്പാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് എനിക്കായി തൻ്റെ പ്രത്യക്ഷത്തിൽ പ്രേമിച്ച് ചേവർക്കും കൊടുക്കുന്ന കൂടെ എനിക്ക് ലഭിക്കുന്നുള്ള ഉറപ്പ് പൗലോസ് ഉണ്ടായിരുന്നു. ആയതുപോലെ ഓരോ വിശ്വാസിയും, ഓരോ ദൈവ പൈതലും തൻ്റെ രക്ഷ ഈ ജീവിതകാലത്ത് തന്നെ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നാം ദൈവത്തെ ജസ്റ്റ് ബിലീവ് ഇറ്റ്, കർത്താവിൽ വിശ്വസിക്കുക, അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ഇതിനപ്പുറം മറ്റൊന്ന് പറയാനില്ല അതിന്. അതുപോലെ പാസ്റ്റർ, ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുക, വചനത്തിനനുസരിച്ച് ജീവിക്കുക, ഇതൊക്കെ അനിവാര്യമല്ലേ? അല്ല, ദൈവം എനിക്ക് കൃപ, ദൈവം ദാനമായി നൽകുന്നു, അതുകൊണ്ട് ഞാനായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് നൽകിയിരിക്കുന്നതായ ചില ഉത്തരവാദിത്വങ്ങളുടെ ഭാഗമല്ലേ ഈ ദൈവവചനം പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വചനം പഠിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ആവശ്യമാണ്. നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് വചന പഠനം എന്നുള്ളത്. അപ്പോൾ വചന പഠനവും അതിനനുസരിച്ച് ജീവിക്കുകയും, പിന്നെ മറ്റൊന്ന്, അത് എനിക്ക് ലഭിച്ച കൃപ മറ്റുള്ളവർക്ക് പകരാനുള്ള ശ്രമം കൂടി നടത്തേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ കൃപയാളെ രക്ഷ ലഭിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, നമുക്കെല്ലാം കൃപയാലാണ് ലഭിക്കുന്നത്, നാം ഒന്നും ചെയ്യേണ്ടതില്ല, അതുകൊണ്ട് പ്രവൃത്തി വേണ്ട എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടും ചില ക്രൈസ്തവർക്ക് ഉണ്ട്. എന്നാൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, പ്രവൃത്തിയില്ലാത്തതായ വിശ്വാസം നിർജീവമാകുന്നു, ചത്തതാകുന്നു.
ഈ പ്രവൃത്തിയും ദൈവത്തിൻ്റെ കൃപയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത്? വളരെ പ്രസക്തമായ ഒരു കാര്യമാണിത്. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് രക്ഷ നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം വളരുക, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കണ്ണാടി പോലെ അതേ പ്രതിബിംബമായി ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുക, ക്രിസ്തുവിനെ പോലൊരു ജീവിതം ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുക, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. ഇത് ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പാപമില്ലായ്മയാണ്. അവൻ പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, പാപം തൊട്ടു തീണ്ടിയിട്ടില്ല അവനെക്കുറിച്ച്. അപ്പോൾ പാപം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു സ്വഭാവമുള്ളവരായി തീരുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, അവൻ്റെ കൃപയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു സ്വഭാവമുള്ളവരായി തീരും. അങ്ങനെ നമ്മൾ ക്രിസ്തു സ്വഭാവമുള്ളവരായി തീരുമ്പോൾ അത് നിയമത്തിൻ്റെ പ്രവൃത്തിയാണ്, നിയമത്തിൻ്റെ നിറവേറലാണ്. നിയമം കർത്താവിൻ്റെ സ്വഭാവമാണ്. പാപം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ഈ 10 കൽപ്പനയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലാവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൽപ്പന നിറവേറലാകുന്ന സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കുന്നു എന്ന് വെച്ച് അത് അനുസരിക്കാതിരിക്കലല്ല, അത് ക്രിസ്തുവിൻ്റെ ഭാവം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലും ഇരിക്കട്ടെ. കുരിശിലെ മരണത്തോളം തന്നെത്താനെ താഴ്ത്തുന്ന യേശുവിൻ്റെ സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിൽ അനുസരണവും കൃപയും ഒന്നിച്ചു ചേരുന്ന അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാസ്റ്റർ ജോസഫ്, നാം നേരത്തെ ചിന്തിച്ചതായ നവോത്ഥാന കർത്താക്കൾക്കൊക്കെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വേഗം വരവിലുള്ളതായ ഒരു വിശ്വാസം അവരിൽ വളരെ വലുതായി കാണുവാൻ തക്കോണം സാധിക്കും. മാത്രമല്ല, അന്ധകാര യുഗത്തിൽ വേദപുസ്തകം അടച്ച് സൂക്ഷിക്കപ്പെട്ടതായ കാലഘട്ടത്തിൽ ആ അന്ധകാര യുഗം കഴിയുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ കിരണങ്ങൾ, അതായത് വെളിച്ചത്തിൻ്റെ കിരണങ്ങൾ പൊട്ടിമുളയ്ക്കുകയും അന്ധകാര യുഗം കഴിഞ്ഞ ഉടനെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇത്തരത്തിലുള്ളതായ നവോത്ഥാന കർത്താക്കൾ ഉയർത്തെഴുന്നേൽക്കുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ഇവരെയൊക്കെ നയിച്ചത് ദൈവത്തിൽ അവർക്കുള്ളതായ വിശ്വാസമായിരുന്നു. ഒരു പക്ഷേ ദൈവത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നതായ ഈ അന്ത്യകാലഘട്ടത്തിൽ സമാനമായ ചെറുത്തുനിൽപ്പുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? വിശ്വാസി സമൂഹം എന്നുള്ളതായ നിലയ്ക്ക് എങ്ങനെയാണ് നാം സത്യത്തോട് നീതി പുലർത്തേണ്ടത്? ദൈവത്തിൻ്റെ വചനപഠനമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മൾ കഴിവുള്ളിടത്തോളം വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. ആ വേദപുസ്തകം പഠിച്ച് നമ്മുടെ ഉള്ളിലായാൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ത് നമ്മൾ പറയുന്നതോ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ നിലനിർത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും നമ്മോട് കൂടി ഉണ്ടാവും. ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ അങ്ങനെ ബോധ്യം വന്നവരായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം എപ്പോഴും സംരക്ഷിക്കുന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും അങ്ങനെ ദൈവത്തിൻ്റെ വചനം നിത്യേന പഠിക്കുകയും അതിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യണം. ഈ സ്വഭാവ രീതി വളർത്തിയെടുത്താൽ നവോത്ഥാന കർത്താക്കൾ എങ്ങനെ പ്രചോദിതരായി ദൈവത്തിൻ്റെ വയൽപ്രദേശ വേലയിൽ ശുഷ്കാൻ തുടങ്ങുന്നു അതുപോലെ നമുക്ക് നിൽക്കാൻ സാധിക്കും. നാം നിന്നേ മതിയാവൂ, നമ്മുടെ ഉത്തരവാദിത്വമാണത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പാഠഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കേണ്ടതായ ആവശ്യമുണ്ട് എന്ന് ഈ ലേഖകൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ വേദപുസ്തക സത്യങ്ങളെ പുതുതായി കണ്ടുപിടിക്കുന്നതിനോ മറ്റുള്ളവരോട് അറിയിക്കുന്നതിനോ അല്ല, മറിച്ച് വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ളതായ സ്വഭാവ രൂപീകരണത്തിന് ഇന്ന് നാം ഒരു വലിയ നവോത്ഥാനം നടത്തേണ്ടതായിട്ട് ഉണ്ട്. വിശ്വാസികൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ളതായ നാം എല്ലാവരും തന്നെ നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ കാര്യാദികൾ നടക്കുന്നതിനും വേണ്ടി നാം വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടുള്ളതായ സ്വഭാവങ്ങൾ വച്ച് പുലർത്തുകയും മാത്രവുമല്ല മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ ഏറ്റുകൊള്ളുന്നതിന് നമ്മുടെ സ്വഭാവ രീതികൾ തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നതായ പ്രവണതകൾ ഇന്ന് നമുക്ക് പ്രകടമായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ അന്ത്യകാലത്ത് ജീവിക്കുന്നതായ, പ്രത്യേകിച്ച് സെവൻത്-ഡേ അഡ്വെന്റിസ്റ്റുകാരായിരിക്കുന്നതായ നാം ഓരോരുത്തരും, നമ്മെ കേൾക്കുന്നതായ ഓരോരുത്തരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ സകലമാന ദൈവവിശ്വാസികളും അവരുടെ സ്വഭാവത്തിൽ ഒരു വലിയ നവോത്ഥാനം ഉണ്ടാക്കുകയും ദൈവാത്മാവ് അവരെ നയിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തീർച്ചയായിട്ടും നിങ്ങളും അതിന് യോജിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഈ പാഠം ചർച്ച ചെയ്തതായ പാസ്റ്റർ ബിനോയിയെയും പാസ്റ്റർ VM ജോസഫിനെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു.
പ്രിയ പ്രേക്ഷകരെ, നവോത്ഥാന കർത്താക്കൾ ദൈവവചനത്തിനും ദൈവത്തിൻ്റെ വിശ്വാസത്തിനും പ്രാധാന്യം നൽകിയതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവത്തിലുള്ളതായ നമ്മുടെ ആശ്രിതത്വം അത് കുറഞ്ഞു പോകാതിരിക്കുവാൻ ദൈവവചനം പഠിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ജീവിക്കുവാനും ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. വീണു പോകാതെ കർത്താവിൻ്റെ വരവോളം നിലനിൽക്കുവാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.